നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഏറ്റവും അവസാനത്തെ ചാപ്റ്ററാണ് ക്രൈം ആൻഡ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞ RK നാരായണൻ എഴുതിയിട്ടുള്ള ഈ ഒരു ചെറുകഥ അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇന്ന് യൂട്യൂബിൽ കിട്ടാവുന്ന ഈ ഒരു ചാപ്റ്ററിന്റെ ഏറ്റവും ക്രിസ്പ് ആയിട്ടുള്ള, ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സമ്മറിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അത്രയും ഡയലോഗ് അടിച്ച് പറയാനുള്ള കാരണം ഇതെന്ന് നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് അത് മാത്രമേ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, എന്താണ് ഈ ചാപ്റ്ററിന്റെ ഒരു തുടക്കം, ഓപ്പണിംഗ് എന്താണ്? ദ സ്റ്റോറി ഈസ് അബൌട്ട് എ ടീച്ചർ ആൻഡ് എ സ്മോൾ ബോയ് ഇൻ എ സ്കൂൾ സെറ്റിംഗ്. ഒരു സ്കൂൾ സെറ്റിംഗിൽ, അതായത് ഒരു ഹോം സ്കൂൾ പോലത്തെ ഒരു സെറ്റപ്പിലാണ് ഈ ഒരു ടീച്ചറും ഒരു കുട്ടിയുള്ള കഥയാണ് നമുക്ക് പറഞ്ഞിരുന്നത്. എ ടീച്ചർ ഈസ് ട്രൈങ് ടു ടീച്ച് എ ബോയ് എ സിമ്പിൾ അരിത്തമെറ്റിക് സം ഇൻവോൾവിംഗ് നമ്പേഴ്സ് 16 and 24. അപ്പോൾ ടീച്ചർ ഈ ഒരു കുട്ടിയെ കണക്കാണ് പഠിപ്പിക്കുന്നത്, അതാണ് അരിത്തമെറ്റിക്. The boy repeatedly gives wrong answers and shows no improvement. ഈ കുട്ടി മനഃപൂർവ്വം ഡെലിബറേറ്റ്ലി റോങ് ആൻസേഴ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. The teacher becomes tired and irritated by the boy's mistake. അപ്പോൾ ഇവന് ഇങ്ങനെ മനഃപൂർവ്വം ഇങ്ങനെ വെറുപ്പിക്കുന്ന കാരണല്ലേ ഈ പുള്ളിക്കാരൻ്റെ ക്ഷമ നശിക്കുകയാണ്, ലൂസിങ് ഹിസ് പേഷ്യൻസ്. അങ്ങനെ ക്ഷമ നശിച്ചിട്ടാണ് ഒരു ക്രൈം നടക്കുന്നത്. അതാണ് ഈ കഥയിലുള്ള ക്രൈം ആൻഡ് പണിഷ്മെന്റ് എന്ന് പറയുന്ന ടൈറ്റിലുള്ള ക്രൈം. എന്താ ചെയ്യുന്നത് അറിയോ? ലൂസിങ് ഹിസ് പേഷ്യൻസ്, ദ ടീച്ചർ സ്ലാപ്സ് ദ ബോയ് ലൈറ്റ്ലി ഓൺ ദ ചിക്ക്. ആ ഒരു ദേഷ്യം കാരണം പെട്ടെന്ന് ഇമ്പൾസീവ്ലി അറിയാതെ അവനൊന്ന് ഈ പുള്ളിക്കാരൻ ഒന്ന് അടിച്ചു പോവാണ്. ദ ബോയ് ഇമ്മീഡിയറ്റ്ലി ബിഗിൻസ് ടു ക്രൈ ലൗഡ്ലി. ഹി ത്രെറ്റൻസ് ടു ഗോ ഹോം ആൻഡ് ടെൽ ഹിസ് പാരൻസ് അബൌട്ട് ദ സ്ലാപ്പ്. അപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ചെറിയ കുട്ടി ഭീഷണിപ്പെടുത്താൻ തുടങ്ങി, ത്രെറ്റൻ ചെയ്യാൻ തുടങ്ങി. ഞാനിത് വീട്ടിൽ പോയി പറയും, ഞാൻ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ പറയും. Teacher knows that the boy's parents are rich and very overprotective of their only child. അപ്പോൾ അവർക്ക് ഒരൊറ്റ കുട്ടി മാത്രമേ ഉള്ളൂ. ആ ഒരൊറ്റ കുട്ടിക്ക് ഇങ്ങനെ ഒരു അടി കിട്ടിയെന്ന് പറഞ്ഞാൽ അവിടെ കൂടുതൽ പ്രശ്നമാവില്ലേ ഉള്ളൂ. അപ്പോൾ അവർ ഈ ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് എന്നുള്ളൊരു വേർഡ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര കൊഞ്ചിച്ചും ലാളിച്ചും വളർത്തിയിട്ടുള്ള ഒരു മോനാണ്. അപ്പം ഇങ്ങനെ ഒരു പൊന്നുമോൻ അടിച്ചു എന്ന് പറഞ്ഞാൽ റിച്ചായ പാരൻസ് എന്തായാലും പ്രശ്നം ഉണ്ടാക്കില്ല എന്നുള്ളൊരു പേടി ഈ ടീച്ചർക്ക് വരാൻ തുടങ്ങി. പിന്നെയാണ് ടീച്ചറുടെ ഫിയർ കാരണം ഉണ്ടാകുന്ന കാര്യങ്ങൾ. അതാണ് എന്താണ് ദ ക്രൈം ആൻഡ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ ഭാഗം എന്താണ്? ഈ ഒരു ക്രൈം നടന്നത് കാരണം ഈ ഒരു ടീച്ചർ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. ദ ടീച്ചർ ബിക്കംസ് ഫ്രൈറ്റൻഡ് ഓഫ് ദ കോൺസിക്വൻസ്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ആലോചിച്ചിട്ട് പുള്ളിക്കാരന് ടെൻഷൻ ആവാൻ തുടങ്ങി. ഹി ഇമാജിൻസ് ദാറ്റ് ദ പാരന്റ്സ് വിൽ കംപ്ലെയിൻ ആൻഡ് ക്രിയേറ്റ് ട്രബിൾ ഫോർ ഹിം. ഈ പാരന്റ്സ് വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ളത് അയാൾക്ക് ഉറപ്പാണ്. To prevent this, he speaks gently to the boy and asks him not to complain. പൊന്നുമോനെ, നീ അവിടെ കംപ്ലൈൻ ചെയ്യരുത് എന്നുള്ള രീതിയിൽ ഭയങ്കര മയത്തിൽ ജെന്റിലായിട്ട് നിൽക്കാൻ തുടങ്ങി ആര്? നമ്മുടെ ടീച്ചർ. He even tries to distract and comfort the boy instead of scolding him. അപ്പോൾ ഇത്രയും നേരം അവനെ വഴക്ക് പറഞ്ഞ അതേ ടീച്ചർ തന്നെ അവനെ വഴക്കൊന്നും പറയാതെ അവനെ പരമാവധി ഡിസ്ട്രാക്ട് ചെയ്യാനും അവനെ കംഫർട്ട് ചെയ്യാനൊക്കെ നോക്കി എന്നാണ് പിന്നീട് നമ്മുടെ കഥയിൽ കാണുന്നത്. അങ്ങനെയാണ് ഈ കുട്ടി ഇതിനെ മുതലെടുക്കാൻ തുടങ്ങിയത്. അതാണ് ദ ബോയ് ടേക്സ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ബോയ് റിയലൈസസ് ദാറ്റ് ദ ടീച്ചർ ഈസ് അഫ്രെയ്ഡ് ഓഫ് ഹിം. അപ്പൊ ഈ ഒരു കാര്യം ഈ ഒരു ചെറുക്കൻ മനസ്സിലാക്കാണ്. അതായത് ഈ ടീച്ചർ ഈ കുട്ടിയെ പേടിക്കുന്നുണ്ടെന്നുള്ളത് കുട്ടി തിരിച്ചറിയാണ്. ഹി ബിഗിൻസ് ടു ബിഹേവ് സ്റ്റബൺലി ആൻഡ് റെഫ്യൂസസ് ടു സ്റ്റഡി. ഞാൻ പഠിക്കില്ല എന്നുള്ളത് ഇങ്ങനെ ദുശാഠ്യം പിടിക്കുകയാണ് അതുപോലെ തന്നെ അവൻ വളരെ സ്റ്റബണായിട്ട് പിടിവാശിക്കാരനായിട്ട് ബിഹേവ് ചെയ്യാണ്. ഹി ഡിമാൻഡ് സ്വീറ്റ്സ്, സ്റ്റോറീസ് ആൻഡ് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്. അതായത് എന്നെ പ്രത്യേകമായിട്ട് പരിഗണിക്കണം, എനിക്ക് കഥകളൊക്കെ പറഞ്ഞു തരണം, എനിക്ക് മിഠായി വാങ്ങിച്ചു തരണം എന്നുള്ളൊക്കെ വെറുതെ സ്കീം ഇടാൻ തുടങ്ങി. ഈച്ച് ടൈം ദ ടീച്ചർ റെഫ്യൂസസ്, ദ ബോയ് ത്രെറ്റൻസ് അഗെയിൻ ടു ടെൽ ഹിസ് പാരൻസ്. അപ്പൊ ഇതൊന്നും സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയി പറയും എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അതാണ് കഥയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. അതായത് ഈ കുട്ടി ഇയാളെ മുതലെടുക്കുന്നത്. ദ ടീച്ചർ ഈസ് ഫോഴ്സ്ഡ് ടു അഗ്രി ടു ഓൾ ബോയ്സ് ഡിമാൻഡ്സ്. അതായത് അവന്റെ എല്ലാ പിടിവാശികൾക്കും നിലനിന്ന് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഹി സ്റ്റോപ്സ് കറക്റ്റിംഗ് ദ ബോയ് ഓർ പണിഷിങ് ഹിം. അതായത് അവനെ ചീത്ത പറയാനോ അവനെ കറക്റ്റ് ചെയ്യാനോ പണിഷ് ചെയ്യാനോ പറ്റിയില്ല. ഇത് ടീച്ചർക്ക് തല തിരിച്ചു കിട്ടിയത്. അതായത് ടേബിൾ അങ്ങോട്ട് തിരിഞ്ഞു അല്ലേ. ടീച്ചർക്കാണ് ശരിക്കും അതോറിറ്റി വേണ്ടത്, പക്ഷേ ടീച്ചർക്ക് അതോറിറ്റി നഷ്ടപ്പെട്ടു. ദ ബോയ് ബിക്കംസ് ബോൾഡ് ആൻഡ് കണ്ടിന്യൂസ് ടു മേക്ക് മിസ്റ്റേക്സ് ഓൺ പർപ്പസ്. അപ്പോൾ അവൻ മനഃപൂർവ്വം വീണ്ടും തെറ്റുകൾ പറയാൻ തുടങ്ങി. ദ ടീച്ചേഴ്സ് പൊസിഷൻ ചേഞ്ചസ് ഫ്രം എ സ്ട്രിക്റ്റ് ഗൈഡ് ടു എ ഹെൽപ്ലെസ് സെർവൻറ്റ്. അയാൾ ഒരു സ്ട്രിക്റ്റ് ഗൈഡായിരുന്നു, അയാളൊന്ന് ഒരു മൂരാച്ചി ടീച്ചറായിരുന്നു, പക്ഷെ ഇപ്പോൾ അയാളൊരു സെർവൻ്റ് ആയിട്ട് മാറിയതാണ് നമ്മൾ കഥയിൽ കാണുന്നത്. കഥയുടെ ഏറ്റവും അവസാന ഭാഗത്തിലേക്ക് വരാം, ദ എൻഡിങ് ഓർ ദ കൺക്ലൂഷൻ. When the boy's parents arrive, the teacher hides the truth about the slap. അപ്പോൾ അവന് ടീച്ചർ എന്ത് ചെയ്യും? ആ ഒരു അടി കിട്ടിയ കാര്യം അവിടെ മറച്ചു വെക്കും. He pretends that everything is normal and that the child is innocent. ഒരു നല്ലൊരു മോന, ഒരു തക്കുട് വാവയാണെന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മൂടി വെക്കും. സോ ഈ നടന്ന കാര്യങ്ങളൊക്കെ മൂടി വെക്കും. The boy lives happily with his parents.
The teacher remains troubled and ashamed, having lost his authority because of one small mistake. അതാണ് ഈ ടൈറ്റിലിന്റെ റെലവൻസ് എന്ന് പറഞ്ഞാൽ. ഒരു ചെറിയ തെറ്റ് കാരണം പുള്ളിക്കാരന് എന്തോളം കോൺസിക്വൻസ് അവിടെ അനുഭവിക്കേണ്ടി വന്നു. അതിലുള്ള നാണക്കേട് കാരണം, അതിലുള്ള ഒരു എന്താ പറയുക ട്രബിള് കാരണം മടങ്ങുന്ന ഒരു ടീച്ചറെയാണ് നമുക്ക് അവസാനമായിട്ട് ഈ ചാപ്റ്ററിൽ കാണുന്നത്. ഇത്ര മാത്രമേ നിങ്ങൾ എക്സാമിന് പഠിച്ചു പോകേണ്ട പോയിന്റുകളായിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോയത്, പരമാവധി പേരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഒന്ന് ജസ്റ്റ് ഉറപ്പ് വരുത്തുക.